ഹലോ ഗായ്സ്, ഹാപ്പി ഓണം. നാട്ടിലാണെങ്കിൽ ഓണമൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്നറിയാം. ഞങ്ങൾക്ക് ഇന്നാണ് ഇവിടുത്തെ ഓണം. ഇന്നലെ ഞങ്ങളുടെ ഒരു മലയാളി അസോസിയേഷൻ്റെ ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. സോ അവിടുന്ന് കാര്യമായിട്ടുള്ള സദ്യയൊക്കെ ഞങ്ങൾ കഴിച്ചു. അതുകൊണ്ട് ഇന്ന് ഒരു കുട്ടി സദ്യയാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. സാധാരണ തലേന്നൊക്കെ കറി ഉണ്ടാക്കി വെക്കുമ്പോൾ എനിക്ക് കുറേ സമയം കിട്ടാറുണ്ട് എല്ലാം ഉണ്ടാക്കാനായിട്ട്. ഇന്നലെ ഇപ്പോൾ അവിടെയൊക്കെ പോയി ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ രാത്രി 9 മണിയായി. അപ്പോൾ ഇന്ന് കാലത്ത് ഞാൻ ഒരു തട്ടിക്കൂട്ടി സദ്യയാണ് ഉണ്ടാക്കി. 5-6 കറിയും കുറച്ച് പരിപ്പും അവിയലും അങ്ങനെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളും പിന്നെ ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെന്താ, ഏട്ടനും സിദ്ധുവും കൂടി ഇവിടെ സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അവനാണ് ഇവിടുത്തെ വിളമ്പാനുള്ള ഹെൽപ്പർ. ഏയ് സിദ്ധു, Say hi to Amma. Say hi everyone. Say happy Onam. Yeah, you too. നീ ഇവിടെ എന്തോ പടം വരയുടെ പരിപാടിയിലാണ്. ഏട്ടനും സിദ്ധുക്കുട്ടനും കൂടി ഇതേ ഞങ്ങളുടെ സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആർക്കാണ് 2 പപ്പടം? ഏയ് സിദ്ധുവിനാണ് ഏട്ടാ 2 പപ്പടം. സാമ്പാർ കണ്ടിട്ട് കൊള്ളാം. സാമ്പാർ, പരിപ്പ് പ്രഥമനാണ് പായസം. ഞങ്ങൾ ആദ്യം സേമിയ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം അമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ബോളി ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം മലയാളി സ്റ്റോറിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഈ ഡബിൾ ഹോഴ്സിൻ്റെ പരിപ്പ് പ്രഥമൻ എൻ്റെ മിക്സ് കണ്ടു. എന്നാൽ പിന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓഫീസിലൊക്കെ പോകണം, പിള്ളേർക്ക് സ്കൂളും ഉണ്ടാവും. അങ്ങനെ ഇന്നലത്തെ പരിപാടി നല്ല സൂപ്പർ പരിപാടിയായിരുന്നു. ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് ഇവൻറ്റ്സൊക്കെ അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ ഡാൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. സദ്യയും നല്ല അടിപൊളി സദ്യയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കല്യാണങ്ങളും പരിപാടികളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലുള്ള അവസരങ്ങളിലാണ് സദ്യ കഴിക്കാൻ കിട്ടാറ്. പിന്നെ വിഷുവിനൊക്കെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ നല്ല ഗ്രാൻഡായിട്ടാണ് സദ്യ ഉണ്ടാക്കിയതും. ഒറിജിനൽ വാഴയിലയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇപ്പോൾ ഈ ഇവൻ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വാഴയില വാങ്ങുന്ന സ്ഥലത്തോട്ടൊന്നും പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് പേപ്പർ വാഴയിലയും ഒരു തട്ടിക്കൂട്ട് സദ്യയാണ് ഞങ്ങളുടെ ഓണം പരിപാടി. എന്താട്ടാ? ഇല്ല ഏട്ടാ, ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കാന്ന് പ്ലാൻ, അച്ചാറൊക്കെ വെച്ചില്ലേ, ഉണ്ടാക്കാന്ന് പ്ലാൻ ചെയ്ത്, പക്ഷെ സമയം കിട്ടിയില്ല. മറ്റേ സേമിയ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. ഇത് കഴിച്ചൊക്കെ ഇഷ്ടപ്പെടും. പപ്പടത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് പരിപ്പ് പ്രഥമൻ. സിദ്ധു, ആർ യു എക്സൈറ്റഡ് ടു ഈറ്റ് സദ്യ? ഇന്നലെ അവിടെ പോയിട്ട് അവൻ ചോറും പരിപ്പൊക്കെ കഴിച്ചടിച്ച്. മിയ വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ആകെ ഇഞ്ചിക്കറിയും അവിയലും പിന്നെ പരിപ്പ്, സാമ്പാർ, പായസം, പിന്നെന്താണ്, പപ്പടം, കായ വറുത്തത്. പിന്നെന്തുകൊണ്ടാണത്? ഏട്ടനാ? ഒരു എക്സ്ട്രാ പപ്പടം വന്നപ്പോൾ അവൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഓ, അമ്മയ്ക്ക് താട പപ്പടം. പപ്പടം ഇഷ്ടം പോലെ എനിക്കറിയാം. പപ്പടം നല്ല ചെലവാണ്. ഈ പായസത്തിൻ്റെ കൂടെ പപ്പടം നല്ല ടേസ്റ്റാണ്. എടാ മേക്കുട്ട, നീ എന്താ വരയ്ക്കുന്നത്? ദാറ്റ്സ് ഫോർ ചേച്ചി. എടാ മീ എന്താ വരയ്ക്കണ? മീ എന്തോ ഭയങ്കര കാര്യമായിട്ടുള്ള ആർട്ടിസ്റ്റ് ദേവിനെ വരയ്ക്കണം മിയ കുട്ടി. ഓ സൂപ്പർ. ഓ, യു വാണ്ട് ടു സേ ഹാപ്പി ഓണം? ഓക്കേ, ഹിയർ പറ ഹാപ്പി ഓണം നിഷിദു. തിരുവനന്തപുരത്ത് പരിപ്പ്, നമുക്ക് സാമ്പാർ, എനിക്ക് സാമ്പാർ. നീ അങ്ങനെ ചോറൊന്നും കഴിച്ചില്ല. ലോലയ്ക്കൊരല്ലേ വേണോടാ? വേണ്ട, ലോല പ്ലേറ്റ്. Awesome, Siddhu. Okay, you eat. തേങ്ങാക്കൊത്ത് ഫ്രീസറിൽ ഒരു പാക്കറ്റ് കിടക്കുന്നു. ഞാൻ പോയി അടിച്ചു ഇറക്കി. അപ്പോൾ ഫ്രീസറിൻ്റെ അത് ഒരു തേങ്ങാക്കൊത്ത്, മറ്റേ തേങ്ങ ചെറുകേൻ്റെ ഇടയിൽ. സൂപ്പർ.
എങ്ങനെയുണ്ട് പായസം? കൊള്ളാം കേട്ടോ. To pick some flowers and ഇതായിരുന്നു petals. നീ ഉണ്ടാക്കിയിട്ടുണ്ടോ? Pick some flowers and some petals ആദ്യമായിട്ട് ഉണ്ടാക്കണം. to make like a flower thing. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. നീറ്റ്. എടാ കൊരങ്ങ ഫസ്റ്റ് ഈറ്റ്. പപ്പടം വെച്ച് കുഴക്കും. ഈറ്റ് ചെയ്തു. മക്കള് ചെരുപ്പിട്ടിട്ട് വാ പോവാം. Is it upstairs? Yeah. Okay, go get it. ഞാനുണ്ടല്ലോ ഇന്ന് കാലത്ത് നീറ്റപ്പത്തോട്ട് ഇവരുടെ അടുത്ത് പൂക്കളം ഇടാന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ പൂക്കളത്തിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയായിരുന്നു. ഏട്ടനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ പൂക്കളം വാങ്ങണമെന്ന് പറഞ്ഞു. പക്ഷേ ആൾ പൂ വാങ്ങാൻ മറന്നുപോയി. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഉള്ള യാർഡിൽ ഏതെങ്കിലും പൂവും കായൊക്കെ പറിച്ച് പൂക്കളിടാമെന്നും പറഞ്ഞ് രണ്ടാൾ ചെരുപ്പിടാൻ വേണ്ടി പോയേക്കാണ്. നാടൻ സ്റ്റൈലിൽ പണ്ടത്തെ പോലെ പൂ പറിച്ച് പൂക്കളോടാം. വല്ലതും കിട്ടുമെന്ന് നോക്കണം. ഓക്കെ. It was upstairs. I just found it. Oh, good job, Sidhu. Thank you. I found the button. That's awesome, Sidhu. വാ It was upstairs. വാ അച്ഛനെ പൊക്കിക്കോ. ഫുഡ് അടി ആയിട്ടൊരു നടത്താൻ നല്ലതാണ്. സോറി മിയ. That's okay. വാ അമേരിക്കയിലെ സ്ട്രീറ്റിലൂടെ ഒന്ന് മുണ്ടെടുത്ത് നടന്നിട്ട് വരാം. മുണ്ടെടുത്താണ് നടക്കാൻ ആ പോകുന്നത്. അല്ലേ അങ്ങോട്ട് ഒരുപാട് എങ്ങോട്ടാ പോകുന്നത്? ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും. ശരി, കുഴപ്പമില്ല. Pluck like a petal. Yeah, not the petals, Mia. You pluck the flowers. Okay. Found them flowers. Hmm. Do you wanna pluck a leaf? What's a big one? Oh, put it down, Sidhu. You'll get hurt. Why is a big one? I don't know. Can you put it down, please? ഇടാ കാല് വീഴുവേ. Mama. കണ്ണ് തെറ്റി എന്തെങ്കിലും ഒപ്പിക്കാം. പോസ്റ്റ് ഓണസദ്യ വാക്ക്. വാ. Wow. Yeah. Everyone thinks it's not Onam Day. Because they don't know that it's Onam Day. That's why, Mia. Only we know. കുടുംബത്തോടെ ഇങ്ങനെ കാവിറക്കാറങ്ങനൊക്കെ നല്ലൊരു Only we know it's Onam Day. പിള്ളേർക്ക് റീനോ? സന്തോഷം. എടാ ഈ പൂ കൊള്ളാമോ? അഴുക്ക് പൂവാണ് ഇത്. ഏതാണ്? ഇത് വീടാണ്. ഇത് നമ്മുടെ വീടിന്റെ മുമ്പിലുണ്ട്. നാട്ടിലായിരിക്കും. വെയിറ്റ് ഫോർ അസ്. നീ എവിടെ? ഇത് ഇത് ഏത് ക്ലാസ് എടാ? മറ്റേ UDC. ഇവിടെ UDC. അറിയില്ല. We have no flowers. ഏടാ മിയ വിൽ അച്ഛാ വിൽ ബൈ ഫ്ലവേഴ്സ്. ഓക്കെ. We can pick some flowers from our backyard. കേട്ടോ? എന്നിട്ട് ബാക്കിയുള്ളത് അച്ഛൻ പോയി മേടിച്ചിട്ട് വരും. മതിയോ? ഇവിടുത്തെ മരങ്ങളിലൊക്കെ ചെറുതായിട്ട് കളറ് മാറി തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇടയ്ക്ക് തണുപ്പ് വരും പിന്നെ വെയിൽ വരും. പക്ഷെ ഇനി 2-3 ആഴ്ചയ്ക്ക് ഇവിടെ ഫോളൊക്കെ തുടങ്ങും. അപ്പം ഞങ്ങളുടെ നെയ്ബർഹുഡിലെ ഈ മരങ്ങളിലെല്ലാം യെല്ലോ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ആമസോണിൻ്റെ ഡെലിവറി ട്രക്ക്. ഇങ്ങനെ ഓരോ സ്റ്റോപ്പുകളിലായിട്ട് ഇലക്ട്രിക് അല്ലേ? ഇലക്ട്രിക് വേറെയാണ്. ആ ചേട്ടൻ്റെ ഒരുപാട് വരുന്നുണ്ടാവുമല്ലേ ഓരോ ബ്ലോക്കും. ഈ മരം നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷെ ഇതിന്റെ ഇല കൊഴിഞ്ഞു വീണ നല്ല പണിയാണ്. ഇത് വേണമെങ്കിൽ പറക്കെടുത്തുണ്ടോ? അതെന്റെ ഇതാണോ പറക്കെടുക്കാൻ പോണത്? ഇത് come pick it up, put it in the bag. You can put it in the more. Yes, we from can the get sides. it. Yeah. See, there's already so many on the side. ശബ്ദം. അവളുടെ that's enough, Mia. enough. ഇനി we'll buy flowers. Come. നീ കൂടെ അറിഞ്ഞോ? ഞാൻ വരാം. ഇന്ന് പാത്രമായിട്ടല്ലേ? ആ ശരി. ഇത്രയും കറി വെച്ചിട്ടാണ് നീ എനിക്ക് പാത്രത്തിന്റെ ദിവസം അസൈൻ ചെയ്യണത്. വെറുതെ ഇരിക്കട്ടെ, ഞാൻ കറി വെച്ചല്ല. ഓ ഇത് ഫ്രീ ആണ് എഴുതി വെച്ചേക്കണത്. ആണോ? എന്നാൽ ഓലയ്ക്ക് ഒരു ബോളും കൂടി എടുക്ക്. ഞങ്ങളുടെ നെയ്ബർ ഇവിടെ പിള്ളേർക്കുള്ള സ്ക്വീക്കി ബോൾസ് എടുത്ത് വെച്ചേക്കണം. പിള്ളേർക്കല്ല, പട്ടികൾക്കുള്ളത്. Take one for Lola. ഡൊണേഷൻസ് ടു അവർ എന്താണ് റെസ്ക്യൂസ്. ഓ ഡൊണേഷൻസ് ഉണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ കാശ് ഇട്ട് കൊടുക്കാം. എന്തെങ്കിലും പൈസ ഉണ്ടോ? $3 അതിട്ടോളൂ. ഓ അപ്പോൾ ബോൾ തന്നെ ഇതല്ലേ? അപ്പോൾ ഇത് ബോൾ ലോലയ്ക്ക് ഗോൾ അടിച്ചു. ഓക്കെ സിദ്ധു. അപ്പോൾ അവർ സൈഡിൽ ഡൊണേഷൻ വെച്ചിട്ടുണ്ട് അവരുടെ റെസ്ക്യൂവിന് കൊടുക്കാനായിട്ട്.
Hey, that's for Lola, okay? ഏയ്, കിട്ടാ അത് കൊള്ളാം, നല്ല ഐഡിയ. എന്നാലും പണിയാണത് ഉണ്ടാക്കാൻ. അല്ല ഇതൊരെണ്ണടുത്ത് വെച്ചാൽ അത് പറഞ്ഞു. ആ നടക്കാൻ പോയതുകൊണ്ട് ലോലയ്ക്ക് ബോൾ കിട്ടി. അവൻ മിക്കവാറും അവൻ്റെ ബോളാണെന്ന് വിചാരിച്ചാണ് കൊണ്ടുപോകണോ. ഓ ലോല അന്വേഷിച്ച് വന്നല്ല. തരാടാ, അമ്മ ഹെൽപ്പ് ചെയ്ത. നിക്കട ലോലപ്പ. ഓ No, not last one. yeah. I think Lola got that though. Keep it in here. We can give it later, okay? മക്കൾ വേർത്തല്ല, അമ്മ കുറച്ച് വെള്ളം തരാം. വാ, ലെറ്റ്സ് ഡ്രിങ്ക് സം വാട്ടർ, ഓക്കെ? ഇറ്റ് വാസ് ഹോട്ട് ഔട്ട് സൈഡ്. നമ്മൾ പോയ മിഷനൊക്കെ ഫെയിലാണ്. ആകെ കുറച്ച് മഞ്ഞ ഇല മാത്രമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് വീണ്ടും കടയിൽ പോയി പോകാനുള്ള തീരുമാനത്തിലാണ്. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പം. ടെമ്പറേച്ചറൊന്നും നോക്കാണ്ടാണ് ഇറങ്ങിയത്. ഇപ്പോൾ പുറത്ത് 85 ഡിഗ്രി ഉണ്ട്. ഭയങ്കര ചൂട്. സോ ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോയി പൂ വാങ്ങിച്ചിട്ട് നമുക്ക് ഫൈനലി പൂക്കൾ ഇടാം. വേറെ നിവർത്തിയില്ലല്ലോ, നമ്മളെ കണ്ണം പിടിച്ചിരുന്നാലല്ലേ പറ്റൂ. അത് ശരിയാണ്. വേറെ കണ്ണൊന്നും ഇവിടെ ഇല്ലല്ലോ. സദ്യ കഴിഞ്ഞിട്ടുള്ളൊരു ഉറക്കം അതാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. കണ്ണിലൊക്കെ 2 കിലോ എടുത്ത് വെച്ചാണ് ഈ പായസം കുടിച്ചിട്ടുണ്ടെങ്കിലും മത്തായിട്ട് ഒരമണിക്കൂർ ഒന്ന് കണ്ണടയ്ക്കാൻ പറ്റിയത്തേക്കും ഇത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നാട്ടിലൊക്കെ പോകുമ്പോ ചിലപ്പോ നടക്കായിരിക്കും. ഇവര് കൂടെ വന്ന് കിടന്നായിരുന്നേ കുഴപ്പമില്ല, പക്ഷെ കിടക്കൂലല്ലോ. പിള്ളേരെ കിടക്കൂല, എന്ത് ചെയ്യാനാണ്. Yes, മക്കളെ. I'm tired. Are you tired? Do you want to sleep, Sidhu? അവന് എന്നെ ശരിയായിരുന്നു. വണ്ടി കിടന്നെങ്കിലും ഉറങ്ങടേ, വണ്ടി ഒതുക്കിയിട്ട്. ഞങ്ങളിതേ നട്ടുച്ചയ്ക്ക് പൂ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ്. വാ സിദ്ധു, വാ, കൈ പിടിച്ചോ. How about that? ആ വീഴും വീഴും, കൈ പിടിച്ചോ. എല്ലാവരും ഉണ്ടോ? $12 ആണ്. ആ Pumpkin. യാ പംകിൻ. Pumpkin. പംകിൻ നോട്ട് യെറ്റ് സിദ്ധു, ഇപ്പോഴും ചൂടാണ്. ആ ബാസ്ക്കറ്റ് മതി. ഇവിടെ ഫോള് തുടങ്ങാറായപ്പോൾ പംകിനും അതുപോലെയുള്ള ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. Put it down, Sidhu. Come, let's go get it. ഇതാര് കൊട്ടക്കറിക്കുന്ന പോണത്. അവിടെ sad ആണ്. സാഡാണോ വൈമിയ? പൂ കിട്ടാത്തോണ്ടാണോ? പൂ ഇപ്പൊ വാങ്ങാം. ഇതാ പൂ അവിടെ ഉണ്ട്. വാ സിദ്ധു നടക്ക്. നല്ല ഈ bright. ഇതാണോ പറഞ്ഞത് 3 എണ്ണം? ആ ഇതില് ഈ ഇവിടെ ഇരിക്കണ ഏതെങ്കിലും 3 എണ്ണം എടുത്താൽ 15 കൊടുത്താൽ മതി. എന്നാ ഇങ്ങനത്തെ എടുത്താൽ മതി. വേറെ ഇതാ ബ്രൈറ്റ് ഓറഞ്ച് അല്ല. ആ മഞ്ഞ എടുത്തോ. മഞ്ഞ ഈ മഞ്ഞ മതി. ഇത് ആ കൊള്ളാം. അത് കൊള്ളാം. I take one balloon. Yeah, you can take one. I will take one. Take one ഞാൻ balloon. തിരിച്ചോട്ടെ. ആ will take one balloon. I want the elephant. ഈശ്വര അതിന് ബലൂണും വാങ്ങണോ? സ്റ്റാർ ആസദോ Hey, this one. ഏട്ടാ വെള്ളപ്പൂവാ, വെള്ളം എടുക്ക ഒരെണ്ണം. I want. Which one you want? I'll take it. പോവാന്നാ നമുക്ക്. Yeah. ഞാൻ 3 കളർ എടുത്തിട്ട്, വെള്ള മഞ്ഞ മറ്റേ ഇത് നാട്ടിലെ കളർ പോലത്തെ കളർ. വാ പോ. സന്തോഷമായ സിദ്ധു? സിദ്ധുക്കുട്ടാ ബലൂൺ കിട്ടിയാ? സന്തോഷമായ? പോവാ നമുക്ക്. No. Hey, if you leave it will fly away, so Amma can hold it. If it will go up, then you will not get it. ബലൂണും പിടിച്ചോണ്ട് കിടക്കണത്, കൈ വിട്ട് കഴിഞ്ഞാൽ മേളിലോട്ട് പോകും, പിന്നെ കിട്ടുമൊന്നുമില്ല. അമ്മ പിടിക്കട്ടെ സിദ്ധു? ഐ ക്യാൻ ഹെൽപ്പ് യു. രക്ഷയില്ല. വാഴയൊക്കെ ഇരിക്കണം അവിടെ. ശരി, പിള്ളേർ ബലൂൺ വാങ്ങിച്ചല്ലോ, ഞാനൊരു വാഴയും വാങ്ങാം.
First, you know what you have to do? I do it. Yeah. First, we have to take out all of this. ശുദ്ധ കാര്യമായിട്ടിരുന്ന് നിൽക്കുകയാണല്ലോ. സവർ പാച്ചും ഉണ്ടോ കൂടെ ഒരു ബലത്തിന്? We need to do same thing. Yeah, same thing. ഇത്ര എത്തുമെന്തോ. ശരിയാണ്, നീ വലിയ കാര്യത്തിലൊക്കെ വരച്ചിട്ടുണ്ടല്ലോ. ഞാൻ ചുമ്മാ പെട്ടെന്നൊരു ഐഡിയ ഇത് കറക്റ്റ് ഒന്നല്ല, ഇതൊരു ഓവൽ പോലെ അത് ശരിയാണ്. ഒരു ഉദ്ദേശത്തിലൊക്കെ വരച്ചതാണ്. നീയാ സന്തോഷമായ I'm feeling happy now. അങ്ങനെ വരട്ടെ. What? I have to make this into this shape. Into a shape? Good job. Yeah, let's make a pie. It's a lot of hard work. It broke. Oh no. We're making Ona Pookalam. Thank you. It's like a star. Yeah. She's so gone. ഇത് കൊള്ളാലോ. Yay. അപ്പൊ ഇത് തമ്മിലിടാം അല്ലേ? അങ്ങനെ ഞങ്ങൾ പിള്ളേരെ ഫസ്റ്റ് പൂക്കളമൊക്കെ ഇട്ടു. ഒരുപാട് വർഷമായി പൂക്കളം ഇട്ടിട്ട്. ലാസ്റ്റ് പൂക്കളം ഇട്ടേക്കുന്നത് എനിക്ക് തോന്നുന്നു മിയ ജനിക്കുന്നതിന് മുമ്പത്തെ വർഷത്തെ ഓണത്തിന് ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ. നമ്മൾ വീട് വാങ്ങിച്ച വർഷമാണ്. അപ്പോൾ ഫസ്റ്റ് ഓണത്തിന് ഞങ്ങൾ പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നാണ് പൂക്കളം ഇടുന്നത്. ഞാൻ പിള്ളേരോട് പ്രോമിസ് ചെയ്തു പോയി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ് അവോയ്ഡ് ചെയ്തേനെ. അതുകൊണ്ട് പൂവൊക്കെ പോയി വാങ്ങിച്ചു, പിന്നെ പൂക്കളം ഇട്ടു. കൂട്ടത്തിൽ ഞാൻ ഒരു വാഴയും വാങ്ങിച്ചു, ഒരു കൊച്ചു വാഴത്തൈ. എനിക്ക് കണ്ടിട്ട് അതൊരു മൂസ എന്ന് പറയുന്ന വെറൈറ്റിയാണെന്ന് തോന്നുന്നു. എൻ്റെ പണ്ടുണ്ടായിരുന്നു, പക്ഷെ അത് പിന്നെ ചത്തുപോയി. മൊത്തത്തിൽ ഇപ്രാവശ്യം അങ്ങനെ ഓണത്തിനെ പറ്റി ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലായിരുന്നു. കാരണം കോവിഡൊക്കെ പിടിച്ചതിൻ്റെ ക്ഷീണവും വർക്കിലൊക്കെ ബിസി ആയിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു ഫീല് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് എന്തോ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇന്നലെ മലയാളി അസോസിയേഷൻ്റെ അവിടുത്തെ പരിപാടിക്കൊക്കെ പോയപ്പോൾ നമുക്ക് നല്ലൊരു വൈബ് തോന്നി. അവിടുത്തെ ചെണ്ടകൊട്ടും പരിപാടികളും സദ്യയും എല്ലാം എല്ലാവരും ഇതുപോലെ സെറ്റ് സാരിയും ഇതൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ അതാണ് ശരിക്കും ഓണം ആയില്ലേ എന്നുള്ളൊരു ഫീലിംഗ് വന്നത്. അല്ലാണ്ട് ഇങ്ങനെ ഓണത്തിൻ്റെ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ കടകളിൽ ഇങ്ങനെ പൂക്കളും അപ്പം അങ്ങനത്തൊന്നും നമ്മളിവിടെ വിഷ്വലി കാണുന്നില്ലല്ലോ. ഇവിടെ ഇപ്പോൾ എല്ലാവരും സെപ്റ്റംബർ, ഫോള്, അത് ഹാലോവീൻ അതിനൊക്കെ ഉള്ള ഡെക്കറേഷൻസും അങ്ങനെയൊക്കെയാണല്ലോ. ഇതൊരു പ്രിറ്റി നല്ല ദിവസമായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് മെമ്മറീസിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിള്ളേർക്കൊക്കെ സന്തോഷമായിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ഇത്. അവർക്ക് വേണ്ടി അങ്ങനെ നല്ല മെമ്മറീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഗോൾ. അങ്ങനെ എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോൾ ഈ ഓണ സമയത്തൊക്കെ വന്നാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഈവൻസും കാര്യങ്ങളും പിന്നെ ഇപ്പോൾ നാട്ടിലൊക്കെ സദ്യയൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ. അതൊക്കെ തന്നെ എന്തൊരു ഈസിയാണ്. ഇവിടെ നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കുട്ടി സദ്യയും കുട്ടിപ്പൂക്കളൊക്കെ ഇട്ട് ഞങ്ങൾ ഓണം ആഘോഷിച്ചു. അപ്പോൾ എല്ലാവർക്കും വീണ്ടും എൻ്റെ വക ഹാപ്പി ഓണം. നിങ്ങളുടെ ലൈക്സും കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്. താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് ആൻഡ് ഐ ഹോപ്പ് യു ഓൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.